ഫർസാന ദൈവത്തുണ്ടോ? ഓക്കെ ഓക്കെ. ഷബീബ എന്താ ക്യാപ്സ്യൂള്? ഉം 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 ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഷംന, ഫ്ലാജല്ല പറ. ഉം 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 ഓക്കെ. പാർട്സ് ഏതൊക്കെയാ? പാർട്സ് ആൻഡ് കമ്പോസിഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. റഹ്മത്ത്. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താ റഹ്മത്തെ? മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മത്ത് ഇല്ലായിരുന്നോ അറേഞ്ച്മെന്റ് ആൻഡ് ടൈപ്സില്? റഹ്മത്ത് മ്യൂട്ടേ. ഷംന പഠിപ്പിച്ചായിരുന്നില്ലേ? ഓക്കെ. കീർത്തന, മോണോട്രൈക്കസ് പറ. വിബ്രിയോ കോളം. രണ്ടാമത്തത് പറ. ആൽക്കലി ജീനസ് ഫിക്കാലിസ്. ഓക്കെ, മൂന്നാമത്തത്? ലോഫോട്രൈക്കസ്. അതെന്താ? Then last one. Peritrichus. അപർണ. ഫങ്ഷൻ പറ. ഫ്ലജല്ലന്റെ ഫങ്ഷൻ. ഷബീബ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ബാക്ടീരിയസ്പോർ. ബാക്ടീരിയസ്പോർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ഓക്കെ, ബാക്ടീരിയൽ സ്പോർ ആണ്. നിങ്ങൾ പിക്ചേഴ്സ് വരച്ചോ എല്ലാവരും? ഞാൻ ഇന്നലെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്ന പിക്ചേഴ്സ് വരച്ചോ? റെസ്പോൺസ് ചെയ്യാം ആരേലും. പിക്ചർ വരച്ചോ? എന്താ ഷബീബ വരയ്ക്കാത്തെ? തൊയ്ബത്ത്. തൊയ്ബയാന്ന് മനസ്സിലായി. എന്താ തൊയ്ബേ പിക്ചർ വരയ്ക്കാത്ത? എന്താ അവിടെ എത്തിയിട്ടില്ല? ഫർസാനയോ? ഷബീബി അപ്പൊ എഴുതിയിട്ടില്ല.
നന്നായി. നിങ്ങൾ ഇങ്ങനെ പോയിട്ട് എന്താവും നിങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിക്കുന്നത്. ഇന്നലത്തെ മാത്രമേ ഉള്ളൂ. ഓൾ എഴുതിയാലല്ലേ നിങ്ങൾക്ക് ഇന്നലത്തെ എഴുതുക, ഇന്നത്തെ ഇനി എഴുതണ്ടേ? നന്നായി. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ബാക്ടീരിയ സ്പോർ ആണ്. ബാക്ടീരിയ സ്പോറിന്റെ പിക്ചറും സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, bacteria spores are the dormant forms of bacteria structure which are thick-walled, highly refractile and resistant. അതായത് ബാക്ടീരിയ സ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ സ്ട്രക്ചറിന്റെ വികസിക്കാത്ത ഒരു ഫോം ആണ്. മീൻസ് മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോം ആണ്. വിച്ച് ആർ തിക്ക് വാൾഡ്, ഹൈലി റിഫ്രാക്റ്റൈൽ ആൻഡ് റെസിസ്റ്റന്റ്. ഇത് കട്ടി കൂടിയ ഒരു വാളാണ്. അതുകൂടാതെ ഇത് പ്രതിരോധിക്കുന്ന, ഹൈലി നന്നായിട്ട് പ്രതിരോധിക്കുന്ന ഒന്നും കൂടിയാണ്. Then second point, this enables the bacteria to survive adverse conditions such as heat, drying, freezing, radiation and action of chemicals. അതായത് ഈ ബാക്ടീരിയയുടെ ഈ ബാക്ടീരിയ സ്പോറിന് എന്തിനുള്ള കഴിവുണ്ട്? ബാക്ടീരിയയെ പ്രതികൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നു. മീൻസ് അനുകൂലമല്ലാത്ത എല്ലാ അഡ്വേഴ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അനുകൂലമല്ലാത്ത എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഹീറ്റിൽ നിന്നും, ഡ്രൈയിങ്ങിൽ നിന്നും, ഫ്രീസിംഗിൽ നിന്നും, റേഡിയേഷൻ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലുള്ള മീൻസ് അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബാക്ടീരിയയുടെ സ്പോർ, ബാക്ടീരിയക്ക്. ദെൻ തേർഡ് പോയിന്റ്, ദേ ആർ നോട്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. പക്ഷെ എന്താണ്, ഇതിന് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ല, പ്രത്യുൽപാദനമായിട്ടുള്ള ഒരു രൂപം അല്ല. മനസ്സിലായോ? അത്രയും 3 പോയിന്റ് മനസ്സിലായോ? റെസ്പോൺസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ബാക്ടീരിയ സ്പോർസ് ആർ ദ ഡോർമനന്റ് ഫോംസ് ഓഫ് ബാക്ടീരിയ സ്ട്രക്ചർ. അതായത് ബാക്ടീരിയൽ സ്ട്രക്ചറിന്റെ, ബാക്ടീരിയയുടെ രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വികസിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് ബാക്ടീരിയൽ സ്പോർ. ഇത് കട്ടിയായിട്ടുള്ള ഒരു വാളായിട്ടാണ് കാണപ്പെടുന്നത്. വിച്ച് ഹൈലി റിഫ്രാക്റ്റൈൽ, ഇത് നന്നായിട്ട് ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ടൈപ്സിലോട്ട് പോകാം. ബാക്ടീരിയ സ്പോറിന്റെ ടൈപ്സിലോട്ട്. ഒന്നാമത്തത് എൻഡോസ്പോർ എന്ന് പറയും. ഒന്നാമത്തത് എൻഡോസ്പോർ. എൻഡോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബാക്ടീരിയൽ സെല്ല്. ഈ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ആകുന്നത് ബാക്ടീരിയയുടെ കോശത്തിന്റെ ഉള്ളിലാണ്. ബാക്ടീരിയൽ കോശത്തിന്റെ ഉള്ളിലാണ് എൻഡോസ്പോർ പ്രൊഡ്യൂസ് ആകുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ബാക്ടീരിയ പ്രൊഡ്യൂസിങ് എൻഡോസ്പോർസ് ആർ. അതായത് ഇതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ബാസില്ലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ഒക്കെ എൻഡോസ്പോർ ആണ്. ഓക്കെ, അതിലെല്ലാം എൻഡോസ്പോർ ആണ് ഉള്ളത്. ഒന്നുകൂടി പറയാം, എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബാക്ടീരിയ സെല്ല്. അതായത് ബാക്ടീരിയൽ കോശത്തിന്റെ ഉള്ളില് സ്പോർ പ്രൊഡ്യൂസ് ആകുന്നതിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ബാസില്ലസും കൊളിസ്ട്രീഡിയം എന്നൊക്കെ പറഞ്ഞ ബാക്ടീരിയാസ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എക്സോസ്പോർ. എക്സോസ്പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ദ സെല്ല്. ഇത് കോശത്തിന്റെ പുറത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബാക്ടീരിയൽ കോശത്തിന്റെ പുറത്താണ് പ്രൊഡ്യൂസ് ആകുന്നത്. അതാണ് എക്സോസ്പോർ. ഇതിന് എക്സാമ്പിൾ ആണ് മീഥൈൽ ലോസിനസ്. മീഥൈൽ ലോസിനസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ അതിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയ ടൈപ്സ് രണ്ടും? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബാക്ടീരിയൽ സ്പോർ. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബാക്ടീരിയൽ സ്പോർ, അതായത് ബാക്ടീരിയൽ സ്പോറിൽ വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ കാണപ്പെടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, തിക്ക് കെരാറ്റിൻ ലൈക്ക് കോട്ട്. തിക്ക് കെരാറ്റിൻ ലൈക്ക് കോട്ട്. ഇത് അതായത് കട്ടിയുള്ള കെരാറ്റിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് കൊണ്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഒരു ആവരണം ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ, പെപ്റ്റിഡോഗ്ലൈക്കോൺ ഉണ്ട്. സെക്കൻഡ് വൺ, പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ട്. മൂന്നാമത്തത് സെൽ മെംബ്രെയിൻ. നിങ്ങൾക്ക് പിക്ചേഴ്സിൽ കാണാറുന്നത്. ഓക്കെ, നാലാമത്തത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം. ചെറിയ അളവിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ദെൻ അഞ്ചാമത്തത് വെരി ലിറ്റിൽ വാട്ടർ. കുറഞ്ഞ അളവിൽ ജലമുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, ബാക്ടീരിയൽ DNA. ബാക്ടീരിയൽ DNAയും കാണപ്പെടുന്നുണ്ട്.
ഈ സ്പോറിന്റെ ഉള്ളിൽ ബാക്ടീരിയൽ DNA-യും കാണപ്പെടുന്നുണ്ട്. ഒന്നും കൂടി പറയാം, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബാക്ടീരിയ സ്പോർ, അതായത് ബാക്ടീരിയ സ്പോറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് തിക്ക് കെരാറ്റിൻ ലൈക്ക് കോട്ട്, രണ്ടാമത്തത് പെപ്റ്റിഡോഗ്ലൈക്കൺ, മൂന്നാമത്തത് സെൽ മെംബ്രെയിൻ, നാലാമത്തത് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, അഞ്ചാമത്തത് വെരി ലിറ്റിൽ വാട്ടർ, ആറാമത്തത് ബാക്ടീരിയൽ DNA. Is it clear? Clear ആയോ? Okay. Next heading, morphology of spore. Morphology of spore. അതായത് morphology എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ shape. ഈ സ്പോറിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. Spores are usually smooth walled, ovoid. In some species they are spherical. എന്നോട് പറയാം, സ്പോർസ് ആർ യൂഷ്വലി സ്മൂത്ത് വാൾഡ് ഓവോയിഡ്. ഓവോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവത്തിന്റെ ഒരു ഷേപ്പ് എന്നുള്ള അർത്ഥമാണ്. ഓവോയിഡ് എന്ന് പറഞ്ഞാൽ ഓവം ഷേപ്പ്, മീൻസ് അണ്ഡാകൃതി എന്നുള്ള ഒരു അർത്ഥം. ഓക്കെ, സ്പോർസ് ആർ യൂഷ്വലി സ്മൂത്ത് വാൾഡ് ഓവോയിഡ്. അതായത് സ്മൂത്ത് വാൾ ആയിരിക്കും, മീൻസ് കട്ടി കുറഞ്ഞ വാളായിരിക്കും, ഭിത്തിയായിരിക്കും. അത് ഒരു ഓവോയിഡ് ഷേപ്പ് ആയിരിക്കും, മീൻസ് ഒരു അണ്ഡാകൃതി ആയിരിക്കും. ഇൻ സം സ്പീഷ്യസ് ദേ ആർ സ്ഫെറിക്കൽ. പക്ഷെ ചില സ്പീഷ്യസിൽ എന്താണ്, ഇത് ഗോളാകൃതിയിലായിരിക്കും. സ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ഗോളാകൃതി അല്ലെങ്കിൽ ഉരുണ്ടിട്ട് ആയിരിക്കും. ചില സ്പീഷ്യസിൽ ഓവത്തിന്റെ ഷേപ്പ്, മീൻസ് ഒരു ഓവോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ഡാകൃതി. ഓക്കെ, പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്, ആ ഒരു ഷേപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ചില സ്പീഷ്യസിൽ എന്താണ്, സ്ഫെറിക്കൽ ഗോളാകൃതി ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അതിൽ തന്നെ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ബാസില്ലേ spores usually fit into the normal cell diameter. അതായത് ബാസില്ല എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ കേസിൽ സ്പോർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മീൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ടീരിയയുടെ നോർമൽ സെൽ ഡയമീറ്ററുമായിട്ടാണ്. അതായത് നോർമൽ സെൽ ഡയമീറ്ററുമായിട്ട്, സെല്ലിന്റെ വ്യാസവുമായിട്ട്, നോർമൽ ആയിട്ടുള്ള വ്യാസവുമായിട്ടാണ് ഈ സ്പോർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാസില്ലേന്റെ കേസിൽ. ബട്ട് എക്സെപ്റ്റ് ഇൻ ക്ലോസ്ട്രീഡിയം വേർ ദേ മേ കോസ് ബൾജിങ്. പക്ഷെ ക്ലോസ്ട്രീഡിയത്തിൽ എന്തായിരിക്കും ഈ സ്പോർ വ്യത്യാസമായിട്ടാണ് കാണപ്പെടുന്നത്, മീൻസ് ബൾജ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്, മീൻസ് വികസിച്ചിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ബാസില്ല എന്ന് പറഞ്ഞ ബാക്ടീരിയന്റെ കേസിൽ സ്പോർ നോർമൽ സെല്ലുമായിട്ട്, സാധാ കോശവുമായിട്ട് ഉള്ള ആ ഡയമീറ്ററിൽ തന്നെയായിരിക്കും, അതേ സെയിം ഡയമീറ്ററിൽ തന്നെ, സെയിം വ്യാസത്തിൽ തന്നെയായിരിക്കും അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ളത്, എടുത്തു കാണിക്കുന്നില്ല. ഓക്കെ, പക്ഷെ എന്താണ്, എക്സെപ്റ്റ് ഇൻ ക്ലോസ്ട്രീഡിയം വേർ ദേ മേ കോസ് ബൾജിങ്. പക്ഷെ ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ എന്താണ്, ഈ സ്പോർ ബൾജ് ചെയ്തിട്ട് വികസിച്ചാണ് കാണപ്പെടുന്നത്. മീൻസ് നോർമൽ സെല്ലിന്റെ ഡയമീറ്ററിൽ നിന്നും വ്യത്യാസമായിട്ടാണ് കാണപ്പെടുന്നത്, ബൾജ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. ദിസ് ബൾജ് ക്യാൻ ബി ടെർമിനൽ ഓർ സെൻട്രൽ. ഈ ബൾജ് ചെയ്തിരിക്കുന്ന, ഈ വികസിച്ചിരിക്കുന്ന ഫോം ഒന്നെങ്കിൽ ടെർമിനലിലായിരിക്കും, ടെർമിനൽ എന്ന് പറഞ്ഞാൽ അറ്റങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ സെൻട്രലിലായിരിക്കും, മധ്യഭാഗത്തൊക്കെ ആയിട്ട് ബൾജ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറ്റങ്ങളിൽ സൈഡിൽ ബൾജ് ചെയ്തിട്ടുള്ള രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ജെർമിനേഷൻ. എന്താണ് ജെർമിനേഷൻ നോക്കാം. ജെർമിനേഷൻ, the process of conversion of spore into vegetative cell is known as germination. അതായത് the process of conversion of spore into vegetative cell, അതായത് ഈ സ്പോർ എന്തായിട്ട് മാറുകയാണ്, വെജിറ്റേറ്റീവ് സെൽ, മീൻസ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്ന ഒരു കോശമായിട്ട്, പുതിയൊരു കോശമായിട്ട് മാറുകയാണ്. ആ ഒരു പ്രോസസ്സിനാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഈ നോർമൽ ആയിട്ടുള്ള സ്പോർ എന്താകുകയാണ്, പിന്നെയും വേറൊരു സെല്ലായിട്ട്, വെജിറ്റേറ്റീവ് സെല്ലായിട്ട്, വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ പിന്നെയും അതിന്റെ കോശമായിട്ട്, മീൻസ് മുളയ്ക്കുകയാണ്, മുളയ്ക്കുന്ന ഒരു കോശമായിട്ട് മാറുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് സാധാ സ്പോർ എന്താവുകയാണ്, സ്പോർ എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്, വെജിറ്റേറ്റീവ് സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Okay, next uses of spore. Next heading, uses of spore. Okay, uses of spore like spores of certain species of bacteria are employed as indicator for the proper sterilization. Okay, അതായത് യൂസസ് ഓഫ് സ്പോർ ലോട്ട് വരുമ്പോൾ യൂസ് എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർട്ടൈൻ സ്പീഷീസ് ഓഫ് ബാക്ടീരിയയുടെ
ചില സ്പീഷീസിനെ എടുത്തിട്ട് എന്താക്കും, അത് നമ്മൾ എംപ്ലോയ് ചെയ്യുക നമ്മൾ എന്താ പറയാ പരീക്ഷണാർത്ഥം അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് അതിനെ എന്തിനു ഉപയോഗിക്കുകയാണ്, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാണ്, ഒരു സൂചകമായിട്ട് ഉപയോഗിക്കുകയാണ്. പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടും ബാക്ടീരിയയുടെ ചില സ്പീഷീസിലെ സ്പോറിനെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷന് ഈ ബാക്ടീരിയന്റെ സ്പോർ ഒരു ഇൻഡിക്കേറ്റർ എന്ന സൂചകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില ബാക്ടീരിയയുടെ സ്പോർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. എംപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞാൽ പണിതെടുത്തിട്ട് മീൻസ് ആ സ്പോറിനെ ബാക്ടീരിയയുടെ ചില സ്പോറിനെ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഒരു സൂചകമായിട്ട് ഒരു ഘടകമായിട്ട് ഉപയോഗിക്കുകയാണ്. ക്ലിയർ ആയോ? ഓക്കെ നമുക്ക് അടുത്ത സ്പോറിന്റെ ലാസ്റ്റ് ഹെഡിലോട്ട് പോകാം. സ്പോർ ഫോമിംഗ് ബാക്ടീരിയ, അതായത് സ്പോർ ഫോം ചെയ്യുന്ന ബാക്ടീരിയനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. സ്പോർ ഫോമിംഗ് ബാക്ടീരിയ എന്ന മെയിൻ ഹെഡിങ്, അതായത് സ്പോർ ഫോം ചെയ്യിപ്പിക്കുന്ന ബാക്ടീരിയനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലെ ഒന്നാമത്തത് ഒബ്ലിഗേറ്റ് എയറോബ്സ്. എയറോബ്സ് അനറോബ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ എയറോബ്സ്? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. എയറോബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല ആർക്കും? എയറോബിക് അനറോബിക് എന്നൊന്നും കേട്ടിട്ടില്ല. അറിയെങ്കിൽ പറ. എയറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമുള്ളത്, അനറോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ലാത്തത്. കഴിഞ്ഞ വർഷം അനാട്ടമിക് ടേംസിൽ പഠിച്ചതാണ് എയറോബിക്കും അനറോബിക്കും ഒക്കെ. ഓക്കെ, അതായത് സ്പോർ ഫോമിംഗ് ബാക്ടീരിയക്ക് ഉദാഹരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്പ് അതിൽ ഒബ്ലിഗേറ്റ് എയറോബ്സ്, അതായത് ഓക്സിജൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ബാക്ടീരിയ. അതിന് എക്സാമ്പിൾസ് ആണ് ബാസില്ലസ് ആന്ത്രാസിസും ബാസില്ലസ് സബ്റ്റിലിസും. ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ബാസില്ലസ് ആന്ത്രാസിസും ബാസില്ലസ് സബ്റ്റിലിസ് എന്ന് പറഞ്ഞ രണ്ട് ബാക്ടീരിയ ആണ് ഒബ്ലിഗേറ്റ് എയറോബ്സിന് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് അനറോബ്സ് ആണ്. ഒബ്ലിഗേറ്റ് അനറോബ്സിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ടെറ്റനി, ക്ലോസ്ട്രീഡിയം വെൽച്ചിനി അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് സ്പോർ ഫോം ചെയ്യുന്ന ബാക്ടീരിയനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാക്ടീരിയ സ്പോർ ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അതായത് ഒബ്ലിഗേറ്റ് എയറോബ്സ് ഉണ്ട്, ഒബ്ലിഗേറ്റ് അനറോബ്സും ഉണ്ട്. ഒബ്ലിഗേറ്റിന് രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒബ്ലിഗേറ്റ് അനറോബ്സിനും രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഹെഡിങ്ങിലോട്ട് പോകാം. ഇത്രയാണ് സ്പോറിനെ കുറിച്ചുള്ളത്. ഓക്കെ ഫർസാന. ഓക്കെ, ബാക്ടീരിയൽ സ്പോർ എന്താ? ബാക്ടീരിയൽ സ്പോർ എന്താണെന്ന് ചോദിച്ചത്. വ്യക്തമായിട്ട് പറ, മനസ്സിലായെങ്കിൽ പറ. വികസിക്കാത്ത രീതിയിലുള്ള ഒരു ഫോമാണ്, ഡെവലപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഫോമാണ്. തിക്ക് വാളാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലോട്ട് വരുമ്പോ എന്താണ്? കഴിവുണ്ടാക്കി കൊടുക്കും ഈ സ്പോർ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, തൊയ്ബത്തെ ടൈപ്സ് പറ. എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ എന്താ?
ഓക്കെ. എക്സോസ്പോർ എന്ന് പറഞ്ഞാലോ? എക്സോ ഓക്കെ. മീതേലോസിനസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. റഹ്മത്തെ. Okay, what are the constituents of bacterial spore? Keratinolite. Keratinolite. Peptidoglycan ഉണ്ട്. Okay. Okay. Okay, very good. Kirtana. Morphology of spore എന്ന് പറ. ക്ലോസ്ട്രീഡിയത്തിൽ എങ്ങനെയായിരിക്കും? അതെവിടെയൊക്കെ കാണപ്പെടുക വികസിതരുന്നു? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഷംന. ജർമിനേഷൻ എന്താ? ഓക്കെ, ഗുഡ്. അപർണ. യൂസസ്. ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂചകം അല്ലെങ്കിൽ ഘടകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഷബീബ. സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. അത് നെക്സ്റ്റ് ആണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ബാക്ടീരിയ സ്പോർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഹെഡിങ്, നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. Okay, in that first point, increase in number of cells, not cell size. Okay, അതായത് ബാക്ടീരിയയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ്, കോശങ്ങൾ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്, സെല്ലിന്റെ സൈസ് കൂടുകയല്ല. ഓക്കെ, കോശത്തിന്റെ സൈസ് അല്ലെങ്കിൽ വലിപ്പം കൂടുകയല്ല ചെയ്യുന്നത്, കോശത്തിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, വൺ സെൽസ് ബിക്കംസ് കോളനി ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. അതായത് ഒരു സെല്ല് തന്നെ ഒരുപാട് സെല്ലുകളായിട്ട് മാറുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് സെൽസ് ആയിട്ട്, കോളനി ആയിട്ട്, കൂട്ടമായിട്ട് ഉണ്ടാവുകയാണ്. മില്യൺ കണക്കിന്, മീൻസ് കോടിക്കണക്കിനായിട്ട് ഉണ്ടാവുകയാണ്. ഒരു സെല്ല് തന്നെ നമ്പർ ഓഫ് സെൽസ് ആയിട്ട് ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, ഇതാണ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. സെല്ലിന്റെ സൈസ് അല്ല കൂടുന്നത്, സെല്ലിന്റെ എണ്ണമാണ് കൂടുന്നത് ബാക്ടീരിയയുടെ കേസിൽ. ക്ലിയർ ആയോ? ക്ലിയർ? റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ഈ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, അതാണ് അടുത്ത സബ് ഹെഡിങ്. അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ മോയ്സ്ചർ. ഫസ്റ്റ് വൺ മോയ്സ്ചർ. ഓക്കെ, അതിലെ ഒന്നാമത്തെ പോയിന്റ്, മോയ്സ്ചറിലെ പോയിന്റ് വൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നത്. ഓക്കെ, അതിൽ മോയ്സ്ചറിലെ ഒന്നാമത്തെ പോയിന്റ്, ലൈക്ക് ഓൾ ലിവിങ് തിങ്സ് ബാക്ടീരിയ ആർ സെൻസിറ്റീവ് ടു ദയർ എൻവയോൺമെന്റ്. അതായത് എല്ലാ ജീവികളെ പോലെ തന്നെ ബാക്ടീരിയയും എന്താണ്, അതിന്റെ അന്തരീക്ഷത്തോട്
പ്രതികരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, എല്ലാ ജീവികളെ പോലെയും ബാക്ടീരിയയും എന്താണ്, അന്തരീക്ഷത്തോട് പ്രതികരിക്കുന്ന ഒന്നാണ്. ലൈക്ക് ഓൾ ലിവിങ് തിങ്സ്, ബാക്ടീരിയ ആർ സെൻസിറ്റീവ് ടു ദയർ എൻവയോൺമെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, water is necessary for the growth of bacteria because they cannot absorb food materials unless they are in solution. അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിന് വാട്ടർ, ജലം അത്യാവശ്യമാണ്. ജലമില്ലാത്ത സന്ദർഭങ്ങളിൽ, സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഇതിന് ഫുഡ് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഫുഡ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല ജലത്തിൽ അല്ലെങ്കിൽ സൊല്യൂഷൻസിൽ, അല്ലെങ്കിൽ ഇതിന് ഫുഡ് മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വാട്ടർ നെസസറി ആണ്, അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, they cannot survive in the absence of water. This is demonstrated in the preservation of food by drying. Example, fish, meat and fruits. അതായത് സെയിം തന്നെ, അതായത് വാട്ടറിന്റെ ആബ്സെൻസിൽ ഇത് ജീവിക്കില്ല. മീൻസ് വാട്ടർ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ജലത്തിന്റെ സ്വാധീനം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഇത് ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു മെത്തേഡ്, ആ ഒരു ഇതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഐറ്റംസിനെയൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നത്. അതായത് ഫിഷ്, മീറ്റ്, ഫ്രൂട്ട്സ്, ഇതെല്ലാം നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുക. പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നത്, മീൻസ് ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നത്. അത് ഈ ബാക്ടീരിയ എന്താണ്, ഉണങ്ങിയ സന്ദർഭങ്ങളിൽ ജീവിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ബാക്ടീരിയക്ക് ജലം ആവശ്യമാണെന്നുള്ള, ജലം അത്യാവശ്യമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പം ജലം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ എന്താണ്, ബാക്ടീരിയ ജീവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പരമാവധി ഫുഡ് ഐറ്റംസ് നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഫിഷ്, മീറ്റ്, ഫ്രൂട്ട്സ്, ഇതിനൊക്കെ നമ്മൾ ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. കാരണം ആ സന്ദർഭങ്ങളിലൊന്നും ബാക്ടീരിയ ജീവിക്കത്തില്ല. ആ ഒരു ബാക്ടീരിയ ജലം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കുന്നുള്ള ആ ഒരു തത്വം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫുഡ് മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുകയാണ്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ, മോയ്സ്ചർ ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ആണ് മോയ്സ്ചർ ഇത്രയാണ്. ഓക്കെ, മോയ്സ്ചർ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ നോക്കാം. രണ്ടാമത്തത് ന്യൂട്രീഷൻ ആണ്. ഒന്നാമത്തത് മോയ്സ്ചർ, രണ്ടാമത്തത് ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷനിൽ ഫസ്റ്റ് പോയിന്റ്, ബാക്ടീരിയ ഒബ്റ്റെയിൻ ദെയർ ന്യൂട്രീഷൻ ഫ്രം ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ ഫോർ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷനെ, പോഷകത്തെ വലിച്ചെടുക്കുന്നുണ്ട്. എന്തിൽ നിന്നൊക്കെയാണ്, ജൈവികമായിട്ടും അജൈവികമായിട്ടൊക്കെയുള്ള വസ്തുക്കളിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. മീൻസ് അതിന്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിന്റെ മൾട്ടിപ്ലിക്കേഷന്, മീൻസ് അതിന് ഡിവൈഡ് ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓർഗാനിക് ആയിട്ടുള്ള, ജൈവികമായിട്ടുള്ളത് അതുപോലെ തന്നെ അജൈവികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നെല്ലാം ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകത്തെ വലിച്ചെടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതെന്തിനാ, ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, most bacteria of medical importance will grow only if an organic material is available as source of food. Such bacteria are called chemoheterotrophs. chemoheterotrophs എന്ന് പറയും. അതായത് മെഡിക്കൽ ഇമ്പോർട്ടൻസിന്, മീൻസ് മെഡിക്കൽ ആയിട്ട് ഹോസ്പിറ്റൽ സൈഡ് അല്ലെങ്കിൽ ലാബ് സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ബാക്ടീരിയക്ക് എന്ത് ആവശ്യമുണ്ട്, ഓർഗാനിക് മെറ്റീരിയലിലാണ് ഇത് വളരുക. മീൻസ് ജൈവികമായിട്ടുള്ള വസ്തുക്കളിലാണ് വളരുക. അതിനാണ് അവൈലബിൾ സോഴ്സ് ഓഫ് ഫുഡ്. മീൻസ് ഫുഡില് നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തുക. മീൻസ് ഓർഗാനിക് ആയിട്ടുള്ള, ജൈവികമായിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ മെഡിക്കൽ ഇമ്പോർട്ടൻസിനായിട്ട് വളർത്തുക. ഓക്കെ, സച്ച് ബാക്ടീരിയ, അങ്ങനെയുള്ള ബാക്ടീരിയ, അതായത് മെഡിക്കൽ ഇമ്പോർട്ടൻസിനായിട്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ട്, ജൈവികമായിട്ടുള്ള വസ്തുക്കൾ കൊടുത്തിട്ട് വളർത്തുന്ന ബാക്ടീരിയനെ എന്ത് വിളിക്കും, കീമോഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കും. നമ്മൾ മെഡിക്കൽ ആവശ്യത്തിനായിട്ട് ബാക്ടീരിയയെ എന്ത് ചെയ്യും, ഓർഗാനിക് മെറ്റീരിയൽസ്, ജൈവികമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വളർത്തും. അതായത് ഫുഡൊക്കെ കൊടുത്ത്, സോഴ്സ് ഓഫ് ഫുഡ്, ഏതെങ്കിലും രീതിയിലുള്ള ഫുഡിന്റെ സ്രോതസ് കൊടുത്തിട്ട് നമ്മൾ വളർത്തും. അങ്ങനെയുള്ള ബാക്ടീരിയനെയാണ് കീമോഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്,
Bacteria also require a source of nitrogen and a number of salts to have supply of potassium, magnesium, iron, phosphate and sulfate. സെയിം തന്നെ, അതായത് ബാക്ടീരിയക്കും എന്താണ്, ബാക്ടീരിയക്കും എന്താണ് നൈട്രജൻ ആവശ്യമാണ്. ഓൾസോ റിക്വയർ സോഴ്സ് ഓഫ് നൈട്രജൻ മീൻസ് നൈട്രജന്റെ ഏതൊക്കെ സോഴ്സ്, നൈട്രജന്റെ സ്രോതസ് ബാക്ടീരിയക്ക് ആവശ്യമാണ്. അതുകൂടാതെ തന്നെ നമ്പർ ഓഫ് സെൽസ് നമ്പർ ഓഫ് സാൾട്ട്സും ആവശ്യമാണ്. ടു ഹാവ് സപ്ലൈ ഓഫ് പൊട്ടാസ്യം, ഇതൊക്കെ എന്തിനാണ്, അതായത് നൈട്രജന്റെ സോഴ്സ് അല്ലെങ്കിൽ സാൾട്ട് ഒക്കെ എന്തിനാണ്, പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അയണിന്റെ ഒക്കെ സപ്ലൈക്ക് വിതരണത്തിനാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതായത് പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഇതെല്ലാം നൈട്രജന്റെ സോഴ്സ് അല്ലെങ്കിൽ സാൾട്ട്സ് ആണ്. ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി, വിതരണത്തിന് വേണ്ടിയിട്ട് ബാക്ടീരിയക്ക് ആവശ്യമാണ്. ക്ലിയർ ആയോ? Okay, bacteria also require source of nitrogen and number of salts to have a supply of potassium, magnesium, iron, phosphate and sulfate. അതായത് ബാക്ടീരിയക്ക് എന്തിന്റെ സ്രോതസ് ആവശ്യമുണ്ട്, നൈട്രജന്റെ സ്രോതസ് ആവശ്യമുണ്ട്. അതുകൂടാതെ നമ്പർ ഓഫ് സാൾട്ട്സും ആവശ്യമുണ്ട്, കുറെ സാൾട്ട്സും ആവശ്യമാണ് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക്. അതായത് ഈ സാൾട്ട്സിന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഇതിന്റെ എല്ലാം സപ്ലൈ, ഇതിന്റെ എല്ലാം വിതരണത്തിന് വേണ്ടിയിട്ട് നൈട്രജന്റെ സോഴ്സ് അല്ലെങ്കിൽ സാൾട്ട്സ് എല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ന്യൂട്രീഷനിൽ വരുന്നതാണ്, പോഷക ഘടകത്തിൽ വരുന്നതാണ്, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മൈനർ കോൺസെൻട്രേഷൻസ് ഓഫ് കാൽസ്യം, മാംഗനീസ് ആൻഡ് ട്രേസ് ക്വാണ്ടിറ്റീസ് ഓഫ് കോപ്പർ, സിങ്ക്, കൊബാൾട്ട്, നിക്കൽ ആൻഡ് ക്ലോറിൻ ആർ ഓൾസോ റിക്വയർഡ്. ഇനിയും പറയുന്നത് എന്തൊക്കെയാണ് പോഷകാംശത്തിൽ വരുന്നതെന്ന് തന്നെയാണ്, സെയിം തന്നെ. അതായത് കുറഞ്ഞ അളവിലുള്ള കാൽസ്യം, മാംഗനീസ് ഒക്കെ ഇതിന് വേണം. അതുപോലെ തന്നെ കോപ്പർ, സിങ്ക്, കൊബാൾട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ അളവിലുള്ളതെല്ലാം ബാക്ടീരിയക്ക് ആവശ്യമാണ്. ഓക്കെ, ഇതെല്ലാം ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളുടെ പേരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, ഈ ഘടകങ്ങളെല്ലാം ന്യൂട്രീഷനിൽ വരുന്നതാണ്, പോഷകാംശത്തിൽ വരുന്നതാണ്. ലാസ്റ്റ് പോയിന്റ്, സം റിക്വയർ വിറ്റാമിൻസ്. ഇത് കൂടാതെ എന്താണ്, വിറ്റാമിൻസ്, അതായത് സാൾട്ട്, മഗ്നീഷ്യം അങ്ങനെയുള്ളതൊക്കെ വേണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൂടാതെ തന്നെ വിറ്റാമിൻസും ആവശ്യമാണ്. ഓക്കെ, സം റിക്വയർ വിറ്റാമിൻസ് സച്ച് ആസ് നിയാസിൻ, തയാമിൻ ആൻഡ് റൈബോഫ്ലേവിൻ അങ്ങനെ പറഞ്ഞ കുറച്ച് വിറ്റാമിൻസ് ഉണ്ട്. ഇതിന്റെ പേരൊക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക, നിങ്ങൾക്ക് കിട്ടത്തില്ല പുതിയതായിട്ട്. നിയാസിൻ, തയാമിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, റൈബോഫ്ലേവിൻ അങ്ങനെയുള്ള വിറ്റാമിൻസ് എല്ലാം, അതായത് മനുഷ്യർ യൂസ് ചെയ്യുന്നവർ തന്നെ ആൻഡ് യൂസ് ദസ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, അതായത് ഹ്യൂമൻ ബീയിങ്സ് വിറ്റാമിൻസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ബാക്ടീരിയയ്ക്കും വിറ്റാമിൻസ് ഒക്കെ ആവശ്യമാണ് അതിന്റെ വളർച്ചയ്ക്ക്. എക്സാമ്പിൾസ് ആണ് നിയാസിനും തയാമിനും റൈബോഫ്ലേവിൻ എന്നൊക്കെ പറഞ്ഞ വിറ്റാമിൻസിന് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ന്യൂട്രീഷൻ? ഓക്കെ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, മോയ്സ്ചർ എന്താ ഷബീബ, മോയ്സ്ചർ എന്ന് മനസ്സിലായത്? ഷബീബ, തൊയ്ബത്ത് പറ, മോയ്സ്ചറിൽ നിന്ന് മനസ്സിലായത് തൊയ്ബത്ത് പറ. ഓക്കെ, 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 വെരി ഗുഡ്. ഓക്കെ, ഫർസാന ന്യൂട്രീഷൻ പറ. അങ്ങനെയല്ല ഫർസാന, അതായത് ബാക്ടീരിയ ന്യൂട്രീഷനെ വലിച്ചെടുക്കുന്നത് ജൈവികമായിട്ടുള്ളതും അജൈവികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ്. ഓക്കെ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ, അതായത് ജൈവികമായിട്ടും അജൈവികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ക്ലിയർ ആയോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറ.
ഉം. ഉം. ആ ഓക്കെ. അങ്ങനെയുള്ള ഓക്കെ, അങ്ങനെയുള്ള ബാക്ടീരിയനെ എന്താ പറയാ? അങ്ങനെ വളരുന്ന ബാക്ടീരിയനെ ഒരു പേര് വിളിക്കുന്നുണ്ട്, എന്താ? കിട്ടുന്നില്ല. കീമോ ഹെറ്ററോട്രോപ്സ്. പറ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ. 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 അൺമ്യൂട്ട് ചെയ്തോ. വിറ്റാമിൻസ് ഒക്കെ ആവശ്യമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ വിറ്റാമിൻസ് ആവശ്യമുണ്ട്. അതിന് എക്സാമ്പിൾസ് നിയാസിനും തൈമിനൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ബാക്ടീരിയൽ സ്പോറും അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, അതിലെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ആണ് പഠിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് മൺഡേ അല്ലേ ഞാൻ എക്സാം പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. തൊയ്ബത്ത് എക്സാം അറ്റൻഡ് ചെയ്തില്ലായിരുന്നല്ലോ, യൂണിറ്റ് 2? ഓക്കെ. തൊയ്ബത്ത് ഒരു ദിവസം അറ്റൻഡ് ചെയ്യില്ലേ? ഓക്കെ. കീർത്തനയ്ക്ക് യൂണിറ്റ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട് അല്ലേ? കീർത്തനയ്ക്കും തൊയ്ബത്തിനും ഞാൻ ഒരു ദിവസം ലാസ്റ്റത്തെ 10 മിനിറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. എന്നാ വേണ്ടേ?